ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനും പറ്റുന്ന നല്ലൊരു ലഡു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് ആദ്യമാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓൾ കൂടി ഒന്നും മറക്കാതെ പ്രസ് ചെയ്തേക്കണം. എന്നാൽ ശരി, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഈ ലഡു തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു കടായി വെച്ചിട്ടുണ്ട്. അത് ചെറുതായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് എടുക്കേണ്ടത് അവിലാണ്. ഞാനിപ്പോൾ ഇതുപോലെ ഒരു 1.25 കപ്പ് അളവിൽ അവിലെടുത്തിട്ടുണ്ട്. കട്ടിയുള്ള അവിലായാലും കുഴപ്പമില്ല, ഇച്ചിരി തിന്നായതായാലും കുഴപ്പമില്ല, ഇനി വെള്ള അവിലാണെന്നുണ്ടെങ്കിൽ അതായാലും പ്രശ്നമില്ല, ഏത് അവിലായാലും കുഴപ്പമില്ല. അപ്പോൾ അവിൽ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അവിൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് ചിരകിയ തേങ്ങ കൂടിയാണ്. ഞാനിപ്പോൾ ഇതുപോലെ ഒരു 1/2 കപ്പ് അളവിൽ ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ചേർക്കുകയാണ്. ഇത് രണ്ടും ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് വേണ്ടത് ഇത് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം. നമ്മുടെ ഈ തേങ്ങയുടെ ഈ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടണം. അതുപോലെ തന്നെ അവലും നന്നായിട്ടൊന്ന് വറുത്തിട്ട് കിട്ടണം. ആ ഒരു രീതിയിൽ നന്നായിട്ട് നല്ലതുപോലെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം. ഒരു 2 മിനിറ്റ് മാത്രം നമ്മൾ നല്ലതുപോലെ ഒന്ന് വറുത്തെടുത്താൽ മതിയാവും. അത്രയും സമയം കൊണ്ട് തന്നെ ഈ തേങ്ങയുടെ പച്ചമുളകൊക്കെ ഒന്ന് മാറിക്കിട്ടും. നമ്മളിപ്പോൾ സാധാരണ ലഡു തയ്യാറാക്കുന്നത് റവ ലഡു തയ്യാറാക്കാറുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കടലമാവ് കൊണ്ട് ബൂന്തി തയ്യാറാക്കിയതിന് ശേഷം ലഡു തയ്യാറാക്കാറുണ്ട്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ ഒരു രീതിയിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ റവ ലഡുവിൻ്റെയും അതുപോലെ തന്നെ ബൂന്തി ലഡുവൊക്കെ റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാവരും ഒന്ന് കണ്ടു നോക്കണം. നമ്മളിപ്പോൾ ഈ ലഡു തയ്യാറാക്കുമ്പോഴത്തേക്കും ഇതുപോലെ തേങ്ങയും അവലെല്ലാം വറുത്ത് ചേർക്കുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ദിവസം ഇത് കേടാകാതെ ഇരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് വറുത്ത് തന്നെ നമ്മൾ ലഡു തയ്യാറാക്കുന്നത്. ഏകദേശം ഒരു 2 മിനിറ്റ് നമ്മളൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വറുത്തെടുക്കുമ്പോഴത്തേക്കും ഇതുപോലെ ചെറുതായിട്ട് ഇങ്ങനെ ചിലിച്ചിലായി ഇങ്ങനെ ചെറുതായിട്ട് പൊട്ടുന്ന ഒരു സൗണ്ട് കേൾക്കും. അപ്പോൾ ഇത്രയും ആകുമ്പോഴത്തേക്കും നമുക്കിത് എടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഇത് വീണ്ടും വറുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നല്ല രീതിയിൽ നമ്മുടെ തേങ്ങയും അവലൊക്കെ വറുത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് ചെറുതായിട്ടൊന്ന് തണുത്തിട്ട് ചെറിയ രീതിയിൽ, ഇപ്പോൾ നല്ല ചൂടല്ലേ, അപ്പോൾ ഇത്രയും ചൂട് മാറിയിട്ട് ചെറിയൊരു ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ചെറുതായിട്ടൊന്ന് തണുക്കട്ടെ. ഞാനിപ്പോൾ ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ പൊടിച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് പൗഡർ പോലെ അങ്ങനെ പൊടിച്ചെടുക്കരുത്. ഇതുപോലെ തരിതരിയായിട്ട് വേണം പൊടിച്ച് കിട്ടാനായിട്ട്. നന്നായിട്ട് ഇങ്ങനെ ഫൈനായിട്ട് പോകാൻ പാടില്ല. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി തുടങ്ങാം. ഇനി നമുക്ക് വേണ്ടത് ഒരു കടായി ഒന്ന് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1/2 കപ്പ് അളവിൽ ശർക്കരയും കൂടിയാണ്. ഇതിപ്പോൾ ഏകദേശം ഒരു 50 ഗ്രാമിൽ നിന്നും കുറവായിട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. ശർക്കരയ്ക്കൊപ്പം പിന്നെ നമുക്ക് വേണ്ടത് ഒരു 3-4 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടിയാണ്. അപ്പോൾ ഇത് രണ്ടും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കണം. ഇത് നന്നായിട്ടൊന്ന് ഉരുക്കി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു 3/4 കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കാം. ഈ ശർക്കരയും പഞ്ചസാരയൊക്കെ നല്ലതുപോലെ ഒന്ന് ഉരുകി നന്നായിട്ടൊന്ന് തിളച്ചിട്ട് വരണം. ശർക്കരയെല്ലാം ഇപ്പോൾ നല്ലതുപോലെ തിളച്ച് തുടങ്ങുകയാണ്. അപ്പോൾ ഇനി വേണ്ടത് ഒരു 2 മിനിറ്റ് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിങ്ങനെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അത്രയും സമയം കൊണ്ട് ഇതിലുള്ള ബാക്കിയുള്ള കുറച്ച് വെള്ളമൊക്കെ വറ്റിയിട്ട് നന്നായിട്ടെല്ലാം ഒന്ന് ഒരു ചെറുതായിട്ടൊന്ന് കട്ടിയായിട്ട് തുടങ്ങും. അതുവരെ നമ്മൾ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഒരു 2 മിനിറ്റോളം ആയിട്ടുണ്ട് നമ്മുടെ ഈ ശർക്കര പാനിയൊക്കെ നല്ലതുപോലെ ഒന്ന് തിളച്ച് തുടങ്ങിയിട്ട്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ടത് നമ്മളിതാ പൊടിച്ച് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ അവലും തേങ്ങയും കൂടി ചേർക്കാം. ഇത് രണ്ടും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് 1 മിനിറ്റ് ആകുമ്പോഴത്തേക്കും തന്നെ നമ്മുടെ ഈ അവലൊക്കെ ശർക്കര പാനിയൊക്കെ ചെറുതായിട്ട് വലിച്ചെടുത്തിട്ട് ചെറുതായിട്ട് ഇങ്ങനെ കട്ടിയായിട്ട് കുറുകി തുടങ്ങും. ഈ സമയം നമുക്കിനി ഇതിലേക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ചതും കൂടിയാണ്. കൂടെ തന്നെ അതുപോലെ വേണ്ടതാണ് ഒരല്പം നട്ട്സും കൂടി. നമുക്ക് ഇഷ്ടമുള്ളത് ചേർക്കാം. അണ്ടിപ്പരിപ്പോ മുന്തിരിയോ അല്ലെങ്കിൽ ചെറിയ കപ്പലിൻ്റെയോ ഇപ്പോൾ പിസ്തയോ ബദാമോ എന്തുണ്ടെങ്കിലും അതെല്ലാം കൂടി മിക്സ് ചെയ്ത് നമുക്ക് ചേർക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ നട്ട്സൊക്കെ ചേർക്കുന്നത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം.
അപ്പോൾ ഇതെല്ലാം ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, ഇത് ഏകദേശം 1 മിനിറ്റ് പോലും ആയിട്ടില്ല നമ്മൾ അവൽ ചേർത്തിട്ട്. അപ്പോഴത്തേക്കും തന്നെ നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി വേണ്ടത് ഇത് വീണ്ടും നമ്മൾ നല്ലതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. ഇതിലേക്ക് കംപ്ലീറ്റ് വെള്ളമൊന്നും നമുക്ക് പോയി കിട്ടണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമ്മൾ നല്ലതുപോലെ ഇളക്കി കൊടുത്താൽ മതിയാവും. ഒരു 2 മിനിറ്റ് കൊണ്ട് തന്നെ നല്ലതുപോലെ ഇത് കുറുകി കിട്ടും. വീണ്ടും ഒരു 2 മിനിറ്റ് നമ്മളിതിപ്പോൾ മിക്സ് ചെയ്ത് കൊടുത്തപ്പോൾ തന്നെ നമ്മുടെ അവലൊക്കെ നന്നായിട്ടൊന്ന് കുറുകി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും തന്നെ മതിയാവും. കംപ്ലീറ്റ് വെള്ളവും വറ്റിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേജ് ആകുമ്പോഴത്തേക്കും നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് ചെറുതായിട്ടൊന്ന് തണുക്കാൻ വയ്ക്കാം. നല്ലതുപോലെ തണുക്കണ്ട, ചെറിയ രീതിയിലൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് ചെറിയ ചെറിയ ബോൾസാക്കി ഒന്ന് തയ്യാറാക്കി എടുക്കണം. നമ്മുടെ മിക്സ് എല്ലാം ഇപ്പോൾ ചെറിയ രീതിയിലൊന്ന് തണുത്തിട്ട് വന്നിട്ടുണ്ട്. ചെറുതായിട്ട് മാത്രമേ തണുത്തിട്ടുള്ളൂ. അതിനുശേഷം നമുക്ക് കയ്യിൽ അല്പം എണ്ണയോ നെയ്യോ ഒന്ന് പൊട്ടി കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് റോൾ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഒന്നെങ്കിൽ ചെറിയ ബോൾസിൻ്റെ ഷേപ്പിലോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഓവലിൻ്റെ ഷേപ്പിലോ, അതൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ സൗകര്യം പോലെ ചെറിയ ബോൾസാക്കി തയ്യാറാക്കി എടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു രീതിയിൽ ഈ ഒരു ഷേപ്പിലാണ് ഇതിപ്പോൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ചെറുതായിട്ടൊരു ബോൾസ് പോലെയും ചെറിയ സിലിണ്ടർ ഷേപ്പിലൊക്കെ. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും പെട്ടെന്ന് ചെയ്തെടുക്കാം. പിന്നെ ഒരു റിക്വസ്റ്റ് കൂടിയുണ്ട്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം അതിൻ്റെ ഫീഡ്ബാക്ക് എനിക്ക് മറക്കാതെ ഒന്ന് അറിയിച്ചേക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ടൊരു പ്രചോദനം ഉണ്ടാകുന്നത്. ഏകദേശം ഒരു 4-5 ദിവസം വരെ നമുക്കിത് പുറത്ത് സൂക്ഷിക്കാൻ പറ്റുന്ന നല്ലൊരു സ്വീറ്റാണ്. ഞാനിപ്പോൾ ഇതുപോലെ എല്ലാം റോൾ ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മുടെ വളരെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അവൽ ലഡു ഇവിടെ സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. നിങ്ങളിത് ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ കുറച്ച് നട്ട്സൊക്കെ വെച്ചിട്ട് ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്തുകൂടി എടുത്തിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ്. ഞാൻ എൻ്റെ വെച്ചൊന്ന് കഴിച്ചായിരുന്നു. ഒന്നും പറയാനില്ല, വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം അതിൻ്റെ ഫീഡ്ബാക്ക് എനിക്ക് മറക്കാതെ അറിയിക്കുകയും വേണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്തേക്കണം. ഇത് മറ്റുള്ളവരും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.